ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പരിഹസിക്കാം. ആ കാരുണ്യമൂർത്തി ചിലപ്പോൾ അത് ക്ഷമിച്ചേക്കാം. എന്നാൽ ഭഗവാന്റെ ഭക്തരെയാണ് വേദനിപ്പിക്കുന്നതെങ്കിൽ ആ ജഗദീശ്വരൻ കാണാതിരിക്കില്ല. ഭക്തന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാധവന്റെ ശിക്ഷ അത്രമേൽ കഠിനമായിരിക്കും. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു പൂഴിക്കുന്നത്ത് ഉപ്പുകൂറ്റൻ. ക്ഷേത്രത്തിലെ വലിയ പാത്രങ്ങളും ചെമ്പുകളും കഴുകുക, ഉത്സവത്തിന് കാടും പടലും വെട്ടി വൃത്തിയാക്കുക, വലിയ മരത്തടിയെടുക്കുക, വിറകു കീറുക തുടങ്ങിയ ജോലികളായിരുന്നു അയാൾ ചെയ്തിരുന്നത്. വലിയ ശരീരപുഷ്ടിയുള്ള എന്നാൽ മദ്യപാനിയും ആരെയും ബഹുമാനിക്കാറുമില്ലായിരുന്നു. എന്നാൽ വലിയ അഹങ്കാരിയായിരുന്ന അയാൾ എല്ലാവരെയും ഭയപ്പെടുത്തിയാണ് ജീവിച്ചിരുന്നത്. കഠിനമായ പണിയെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അയാൾ ക്ഷേത്രത്തിലെ രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി കിടക്കും. ശരീരം തണുപ്പിക്കാനാണ് അയാൾ കുളത്തിൽ കിടക്കുന്നതെന്ന് എല്ലാവരും കരുതിയത്. എന്നാൽ ആരും അറിയാതെ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങളെ പിടിക്കാനായിരുന്നു അയാൾ അവിടെ കിടന്നിരുന്നത്. ഒരു ദിവസം രാത്രി ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് മേൽശാന്തി കുളക്കരയിലൂടെ വരുമ്പോൾ ഉപ്പുകൂറ്റൻ കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു. ഭഗവാന്റെ തിരുമുറ്റത്തെ ജീവനുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് വലിയൊരു പാപമായതുകൊണ്ട് മേൽശാന്തി ശക്തമായി ശാസിച്ചു. എന്നാൽ ശാസന കേട്ട് ദേഷ്യം വന്ന ഉപ്പുകൂറ്റൻ മേൽശാന്തിയെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, തൻ്റെ പൂണൂലിൽ ഞാൻ നാളെ മത്തി കോർത്ത് തൂക്കും എന്ന് ഉപ്പുകൂറ്റൻ മേൽശാന്തിയോട് പറഞ്ഞു. അതീവ നിഷ്ഠയോടെ ജീവിക്കുന്ന മേൽശാന്തി വലിയ സങ്കടത്തോടെയും കണ്ണീരോടെയുമാണ് അന്ന് ഭഗവാന് മുന്നിൽ ഇക്കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചത്. തൻ്റെ പ്രിയ പൂജാരിയുടെ സങ്കടം ആ കണ്ണൻ കണ്ടു. പിറ്റേന്ന് പതിവ് പോലെ ഉപ്പുകൂറ്റൻ ക്ഷേത്രക്കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി. അപ്പോൾ അയാൾക്ക് പൊരുക്ക് എന്ന് പറയുന്ന മൂർച്ചയേറിയ ചെതമ്പലുകളും ചിറകുകളുമുള്ള ഒരു മീനിനെ കിട്ടി. 2 കൈകളും ഉപയോഗിച്ച് മറ്റൊരു മീനിനെ പിടിക്കാൻ വേണ്ടി അയാൾ ഈ മീനിനെ തൻ്റെ വായിൽ കടിച്ചു വെച്ചു. എന്നാൽ ആ മീൻ വഴുതി അയാളുടെ തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോയി. മീനിൻ്റെ മൂർച്ചയേറിയ ചിറകുകൾ അയാളുടെ ശ്വാസനാളവും കുടൽമാലകളും കീറി മുറിച്ചു. വായിൽ കടിച്ച മീനിനെ പുറത്തേക്കെടുക്കാനോ ഉള്ളിലേക്ക് ഇറക്കാനോ കഴിയാതെ അയാൾ ശ്വാസം മുട്ടി പിടഞ്ഞു. മേൽശാന്തിയുടെ പൂണൂലിൽ മത്തി കോർക്കുമെന്ന് അഹങ്കരിച്ച ഉപ്പുകൂറ്റൻ്റെ കുടൽമാലയിൽ മീൻ കോർത്തുകൊണ്ടാണ് ഭഗവാൻ അന്ന് ശിക്ഷ നടപ്പാക്കിയത്. ഒടുവിൽ രക്തം ഛർദ്ദിച്ച് ആ ക്ഷേത്രക്കുളക്കരയിൽ വെച്ച് അയാൾ മരിച്ചു വീണു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ക്ഷമിച്ചേക്കാം, എന്നാൽ എൻ്റെ ഭക്തരെ ദ്രോഹിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ ഭക്തർ ഒരിക്കലും നശിച്ചു പോകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സുരുകി വിളിച്ചാൽ ഓടിയെത്താൻ ആ മാധവനുണ്ടാകും. കഥകളേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഭഗവാൻ ഇന്നും ഭക്തർക്കായി കാത്തുവച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.